നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം CGM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് വേഗത്തിലുള്ള നടപടി. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 20 പേരെ പ്രതികളാക്കിയാണ് പ്രാഥമിക കുറ്റപത്രം. നേരത്തെ CBI ഉദ്യോഗസ്ഥർ സിദ്ധാർത്ഥിന്റെ കോളേജ് ക്യാമ്പസിലെത്തി വിശദ പരിശോധന നടത്തിയിരുന്നു. മുൻ VC, ഡീൻ, കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരുടെ എല്ലാം മൊഴിയെടുത്തു. സിദ്ധാർത്ഥിന്റെ മരണം സംഭവിക്കുന്നത് ഫെബ്രുവരി 18-നാണ്. ഇതിനുശേഷം 90 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം ലഭിക്കും. ഇത് കണക്കിലെടുത്താണ് CBI സംഘം വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് വരുന്ന അന്വേഷണത്തിൽ കൂടുതൽ പ്രതികളെ കണ്ടെത്തിയാൽ അവർക്കെതിരെയും കേസെടുക്കുമെന്നും CBI അറിയിച്ചതാണ്. സീനിയർ വിദ്യാർത്ഥികൾ പരസ്യ വിചാരണ നടത്തി മർദ്ദിച്ചതിനെ തുടർന്ന് ജീവൻ ഒടുക്കിയെന്നാണ് സംശയിക്കുന്നത്. അതേസമയം സിദ്ധാർത്ഥിനെ കൊന്നുകെട്ടിത്തൂക്കിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് കേസ് CBI ഏറ്റെടുത്തത്. ഫെബ്രുവരി 18-നായിരുന്നു സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനിടെ സിദ്ധാർത്ഥിന്റെ കേസ് വളരെ ഗുരുതരമായ സംഭവം തന്നെയെന്ന് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചു. മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് നിരവധി കുട്ടികൾക്ക് മുന്നിൽ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നതെന്നും ആക്രമണം തടയാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മുൻ VC MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.